കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മൾ വന്ന് നമ്മുടെ വണ്ടി അങ്ങനെ ഇറക്കുന്നത് കാണിച്ചു തന്നിരുന്നു. ഞാനിപ്പോൾ എറണാകുളത്താണ്, കൊച്ചിയുടെ അടുത്താണുള്ളത്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ. അപ്പോൾ ദേ നമ്മുടെ റാപ്റ്റർ ഉണ്ട്. ഇന്ന് ഞാൻ റാപ്റ്റർ എടുത്തിട്ട് എറണാകുളത്ത് നേരെ കണ്ണൂരിലേക്ക് പോകട്ടോ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ടുണ്ട്. എണ്ണ ഇനി ആയിട്ടില്ല, 89-90 ഇങ്ങനെ ആകുന്നുണ്ട്. 9500 രൂപ എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ തന്നെ ഈ വണ്ടിക്കാകെ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മൈലേജിലും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കണ്ണൂർ എത്തണമെങ്കിൽ മിനിമം എനിക്കൊരു 5-8,000 രൂപയാണ് മിനിമം വണ്ടി കേട്ടോ. ഇപ്പോൾ ഏകദേശം 110 ലിറ്റർ എടുക്കണം. 110 ലിറ്റർ എന്ന് പറയുമ്പോൾ 11,000 രൂപ. ചില ആൾക്കാരൻ പറയും, ഓ ഈ പൈസ എനിക്ക് പാവങ്ങൾക്ക് കൊടുത്താൽ പറയും. ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ 10,000 രൂപ എണ്ണ എടുക്കുന്നതിന് 7,000 രൂപേൻ്റെ അടുത്ത് ഗവൺമെൻറ് ടാക്സാണ്, 6,000 മേലെ. ആ ടാക്സ് പൈസ കൊണ്ട് ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് വീടൊക്കെ വെച്ചെടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു സേവനമാണ്. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ബായ് അമാരാ സബ്സ്ക്രൈബറേ ടീക്കേറാ മൂപ്പർ പറഞ്ഞ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വണ്ടി ദുബൈ വന്നതെന്ന് ചോദിച്ചോ, മനസ്സിലായി നമ്മൾ സബ്സ്ക്രൈബറാന്നുള്ളത്. കൊച്ചി മച്ചാനത് അവിടെ ഉണ്ട്. ഷെബീർക്ക് ഉയരം ഇപ്പം ബേക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. 100 हो गया? फुल हो गया? ओके फुल हो गया. और एक गाड़ी भी आ रहा है. मैं आ गाड़ी वो सामने डालेगा. ठीक है. എത്ര അടിച്ചത്? 10,556 രൂപ എണ്ണ അടിച്ച് നാട്ടിലേക്ക് പോകണ്ട കേട്ടോ. അത് കാലിയോ ഉറപ്പല്ലേ. കുറച്ച് വണ്ടി കുറച്ച് മുമ്പോട്ടാക്കട്ടെ. അതിൻ്റെ ഷെബീർ വരുന്നുണ്ട്. ഷെബീർ വന്നിട്ട് ഗോൾഡ് വിങ് നമുക്ക് എണ്ണ അടിക്കാനുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി ഞാൻ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ബേക്കിലെ ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗെല്ലാം കൊടുത്ത് നല്ല ഫ്ലാഗ് പറപ്പിച്ചിട്ടാണ് പോണത് നാട്ടിലേക്ക്. നല്ല കോലത്തിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ ടയർ ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് സ്പിന്നിങ് ആകുന്നില്ലേ. ഈ ബേക്ക് ചെയ്തിട്ടുണ്ടോ? മലയാളി പൊളിയല്ലേ? തീർച്ചയായിട്ടും മലയാളി പൊളി തന്നെയാണ്. ഇങ്ങോട്ട് കയറിക്കോടാ. ഷെബീർക്ക് ഊര് എത്തിയിട്ടുണ്ട് ഗോൾഡ് വിങ് എടുത്തിട്ട്. അതിലും പവർ ഫുൾ അടിച്ചോ ചേട്ടാ? അതിന് പവർ ഫുൾ അടിച്ചോ? അവിടെ സൈഡ് സാധനം കേട്ടോ. നമുക്ക് ഇത് നിറക്കാനുള്ള സാധനം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വീഡിയോയിൽ എൻ്റെ ATM പിൻ കാർഡ് ഞാൻ പമ്പെന്ന് കാണിച്ചു തന്നു കേട്ടോ. സംഭവം എപ്പോഴും ഞാൻ വ്ളോഗ് ചെയ്യും ആ സാധനം ഇങ്ങനെ വരുന്നത് ക്യാമറ മുമ്പിൽ. പക്ഷെ എപ്പോൾ ഹൈഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ മറന്നുപോയി. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പിന്ന് മാറ്റി, പിന്നെ ഇപ്പം പുതിയ പിന്ന് മാറ്റി അടിക്കാൻ പോകുന്നത്. അതുപോലെ മൊത്തം നമ്മൾ 12,000 സംതിങ് ഉറുപ്പിയാണ് നമ്മൾ മൊത്തം അടിച്ചിട്ടുണ്ട്. 12,900 എടുത്തിട്ടുണ്ട് ഈ 2 വണ്ടി നാട്ടിലെത്തിക്കാൻ വേണ്ടി. വീഡിയോ ഓർത്തേക്കണേ പോടാ. ശരിയാർക്ക് വരുവാ. നീ അതെല്ലാം എടുത്തു വിട്ടോ. നീ എന്നെപ്പോഴും വരുന്നുണ്ടോ? എന്നാ വാ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും വിട്ടോ. നമ്മളെ ഫോളോവേഴ്സാണ്. യെസ് എടുത്തോടാ. എടുത്തു വാ. സംഭവം എന്താ പറയുക, അവിടുന്ന് നമ്മൾ ഒരു ട്രാഫിക്കും ഇല്ല, ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് ഇതേ ഇവിടെയാണ് നിങ്ങൾ സിറ്റി ട്രാഫിക് കിടക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പുറം കിടക്കുന്നത് എന്താ ഇസൂസ് വി ക്രോസ്. അതൊന്നും കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെന്ത് തോന്നുന്നു, ഇത് സൈസ് അല്ലേ, ഇത് എന്ത് സൈസ് വണ്ടി ഇത്. നല്ല പബ്ലിക് അറ്റൻഷൻ ഉണ്ട്. എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം വരും. നല്ല സൗണ്ട്. പിന്നെ ചില വണ്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ സൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് എക്സോസ്റ്റ് ഇട്ട് പൊട്ടിച്ചോളൂ, വേറെ വയ്യൊന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് വലിയ സീനൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഓടിച്ചിടത്തോളം വലിയൊരു ഫീലൊന്നും തോന്നുന്നില്ല. എന്തോ ഭയങ്കര സംഭവമല്ല. ക്യാമറ നോക്കിയിട്ട് ഓടിക്കണമെന്നില്ല. ചിലപ്പോൾ എനിക്കൊന്ന് ഹൈവേയിലൊക്കെ നമുക്ക് ഓവർടേക്ക് വേണ്ടി വരുന്നില്ലാണ്ട്. കാരണം ഈ വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മുമ്പിൽ ഇപ്പോൾ ഒരു ബെൻസെല്ലാം കിടക്കുന്നുണ്ട്. ബെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ അട്ടത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിന് ക്യാമറയുടെ ആവശ്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ, ഇപ്പം നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞില്ല, ക്യാമറ പോലത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ വണ്ടികളാകുമ്പോൾ ഒരു വണ്ടീനെ ബേക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ത് ഉള്ളതെന്ന് കാണാൻ പറ്റില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് ഈ ക്യാമറ ആവശ്യമുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റ് ആണ്. ഇപ്പോൾ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു വണ്ടീനെ വീതി വെച്ച് ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ബ്ലോക്കാണ്.
നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ഫീലില്ല, ഒരു കുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ശരിക്കും ഞാൻ ഈ കട്ടറൊക്കെ തുള്ളിയത്. ഈ അവിടെ നിന്നൊക്കെ കട്ടർ തുള്ളിയിട്ടൊന്നും അറിയുന്നില്ല. ഇപ്പം MG റോഡ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. മുമ്പിലുള്ളത് GLC 220D വണ്ടിയാണ്, SUV ആണ് മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആൾട്ടോ കൊടുക്കുന്നവരുണ്ട്, കുഞ്ഞു വണ്ടി, കുഞ്ഞു ആൾട്ടോ കൊടുക്കുന്നവരുണ്ട്. സബ്സ്ക്രൈബർ ഹാപ്പി നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ. മഴ തുടങ്ങി. ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്, 2 വണ്ടി ഒരുമിച്ചിട്ട്. അതാ ഓക്കെ. അപ്പോൾ അതേ ഗോൾഡ് ലിവിങ് ഷെബീറിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഭാഗത്ത് പറഞ്ഞതിന് പുറക്കും തിരിച്ചു വാങ്ങും. ഓരോ തമ്പനിയിൽ എന്താ അറിയോ, ഞാൻ ഗോൾഡ് ലിവിങ് ഓനി കൊടുത്തില്ല മതി. എൻ്റെ അപ്പുറം കൂടി ഞാൻ ക്ലിക്ക് ബായിട്ടെല്ലാം പഠിച്ചു കേട്ടോ. ചാനൽ ഉഷാറായിട്ട് എല്ലാവരും. രണ്ടും സെയിം കളറാണ്, റെഡും ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട്. ഇതൊരു ഓറഞ്ച് ടൈപ്പ് റെഡാണ്, ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിടാം. പോവാ ഇവിടെ. ഓക്കെ, കാണാം. ഇനി അടുത്തവരോട് നമ്മൾ നേരെ ഷമീംക്കുണ്ട്. ഷമീംഖാൻ്റെ അടുത്ത് കാണാം, ജസീലുണ്ട് അവിടെ. അവരിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ നമുക്ക് വിടാം. സുഖം നാട്ടിലേക്കാ, കണ്ണൂരേക്ക്. ഷമീംഖാ ഞാൻ വരുന്നുണ്ടാ, സ്റ്റേഡിയം കഴിഞ്ഞ്. ഞാൻ MRൻ്റെ ബേക്കിൽ നിന്നാൽ മതി. ജസീൽ വരും. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളോട് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ എനിക്ക് എല്ലാ സൈഡ്, വണ്ടിയുടെ 4 സൈഡ് ഇവിടെ കാണാൻ പറ്റും. ക്യാമറ ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഓവർടേക്ക് ചെയ്യുമ്പം നമുക്ക് ക്യാമറയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഫുള്ള് എല്ലാ കാറിലുള്ള ആൾക്കാരും ഫോട്ടോസ് എടുക്കുന്നത്. കുറച്ച് ദിവസം ഉണ്ടാവും ഈ വണ്ടിയുടെ പുതുമ മാറുന്നവരെ. അതുണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മാറിക്കോളും. അപ്പോഴത്തേക്ക് ഞാൻ വേറെ വണ്ടി ഇറക്കും. നല്ല രസമാട്ടോ മഴ, ഇങ്ങനെ മഴവെള്ളം കാണാൻ വേണ്ടി ഇതിൽ മഴത്തുള്ളി മൊത്തം നിറഞ്ഞിട്ടൊക്കെ. വൈപ്പർ ആണെങ്കിൽ ഇട്ടിട്ടേ ഇല്ല ദുബൈയിൽ നിന്ന്. കാരണം ഇവിടെ എടുത്ത് വൈപ്പർ ഇടുമ്പോൾ എന്തൊക്കെയോ ഫീലാണ്. ഭയങ്കര സൗണ്ടല്ല വൈപ്പറിന്. ആ ഇന്നോവയാണ്, ആൾട്ടോ പോലെ. ആൾട്ടോ ഈ ഇത് കയറി ഇന്നോവയിൽ കാണുമ്പോൾ ആൾട്ടോ പോലെ ഉണ്ട്. ചെറിയ വണ്ടി. ഫോർച്യൂണറെല്ലാം കാണുമ്പോൾ ചിരിയാ വരുന്നത്. ഇവിടുത്തെ വലിയ വണ്ടികളാണ്. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ഒരു വര ചെറുതാക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് വലിയൊരു വര വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടോ ഈ വണ്ടി. അപ്പോൾ ആ വണ്ടികളൊക്കെ ഈ വണ്ടിയുടെ മുമ്പിൽ ചെറുതായിട്ട് കാണുന്നത്. ഈ വണ്ടി കുറച്ച് വലുതായി ഉണ്ടാവും. പക്ഷെ ഈ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ ആ വണ്ടികളാണ് വലുതാവുക. എല്ലാവരും വീഡിയോയിലുണ്ട്. നമ്മുടെ ഷമീം കേതായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ഫുഡ് അടിക്കാൻ പോകാട്ടോ. ഷമീം കഴിഞ്ഞ ആ ഒരു എപ്പിസോഡ് എന്ത് തോന്നി നമ്മുടെ വീഡിയോ? അടിപൊളി. ഞാന് സത്യത്തിൽ ഭയങ്കര ആൻസൈറ്റഡ് ആയിട്ട് നിൽക്കായിരുന്നു. ഇത് അടിച്ചോടുകൂടി കയ്യിൽ നിന്ന് പോയിപ്പാ. എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ അടിച്ചത്? എങ്ങനെയുണ്ട്? നല്ല പെയിനാട്ടാ. ഇഞ്ചക്ഷൻ അടിക്കുമ്പോഴാണ് പെയിൻ അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടായില്ല. അടിച്ചു കഴിഞ്ഞിട്ട് മുട്ട വേദന, ഒരു രക്ഷയില്ല. കിടങ്ങാറായി പോയി ഞാനപ്പോ നിങ്ങള് വൈകിട്ട് കിട്ടുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ്. അടിപൊളി. കസ്റ്റംസ് ക്ലിയറിംഗ് അല്ല വണ്ടി അത് അവരെ ക്ലിയർ ആക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇത് 360 ഓൺ ആണ്. ഇത് ഫ്രണ്ട് ക്യാമറ. ഇത് അപ്പൊ ഓവർടേക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്ക് സൈഡിൽ നമുക്ക് മാനുവലി മാറ്റാൻ പറ്റും. അപ്പൊ കുറച്ച് യൂസ് ആണ്. അത് നന്നായി കേട്ടോ. എന്നോട് ചെബീർ പറഞ്ഞു അടിപൊളിയായിട്ട് പോണെന്ന്. എന്നോട് വളരെ നേരോ ഷാർപ്പിംഗ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞു. ഇതാ മമ്മൂട്ടി പറഞ്ഞ പോലെ. ഷെബീറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ? അത് ഷെബീറിനോട് പറഞ്ഞില്ല. गाड़ी कहाँ डालेगा भैया? അതുപോലെ ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളിൽ ഇത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി പോകുന്നേക്ക് സേഫ് പ്രോൻ്റെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വെച്ചു. ഇതിന് എടുക്കണ്ടോ? അതുപോലെ എല്ലാവരും ദയവേരി വണ്ടി
ചേസ് ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ 2 കുട്ടിയുടെ സ്കൂട്ടർ എൻ്റെ വണ്ടിയിൽ ടയറിന് അടിയിൽ കയറേണ്ടി വരും. കാരണം അവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഓവർടേക്ക് ചെയ്തിട്ട് അവർ നോക്കിയിട്ടില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വെച്ച് കയറി മാറും 2 മരിച്ചു പോയിരുന്നു. അപ്പോൾ ഞാൻ 2 മക്കളെയും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളും ചേസ് ചെയ്യരുത്. വലിയ റിക്വസ്റ്റാണ്. ബൈക്ക് കുഴപ്പമില്ല, എനിക്ക് എവിടെ നിർത്താം, പക്ഷേ എനിക്ക് ട്രക്ക് എവിടെ നിർത്താൻ പറ്റില്ല, കാരണം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് കേട്ടോ ചേസ് ചെയ്യരുത്. സ്നേഹത്തിൻ്റെ കൂടെ പറയുന്നതാണ്. അപ്പൊ ശരി പറഞ്ഞ പോലെ കേട്ടോ, നമുക്ക് എന്തായാലും കാണാം. ഷെമീംക്ക് നമ്മളും കൂടി ഫാമിലിയൊക്കെ നമ്മളെ ചോപ്പും ചോപ്പൊക്കെ ഇട്ടൊന്ന് പൊളിക്കുന്നുണ്ട്. ജസീൽ വരുന്നുണ്ട്. ജസീലെ വെയിറ്റ് കേട്ടോ നിൽക്കുന്നത്. ഓക്കെ ഞാൻ അയച്ചുതരാം. സീറ്റ് ബെൽറ്റ് $1,500 100 ലിറ്റർ. 100 ലിറ്റർ അടിച്ചില്ലേ? രണ്ട് വണ്ടിയും കൂടി നമ്മൾ 12,500 എണ്ണ അടിച്ചു. ഷാക്കിർ ഭായ് റൈറ്റില് ഒരു ചാറ്റ് എടുത്തത്. ഓണടിച്ചോ. ഹായ് ബ്രോ. ദുബായിക്ക് അയക്കണമെങ്കിൽ അവർക്ക് പിന്നെയും ചെലവുകൾ കൂടും. മോനെ മാരകം, ഒരു രക്ഷയില്ല. അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ കൊച്ചി വെച്ചപ്പോ വണ്ടി സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. എന്തായാലും റോട്ടിൽ കൂടെ പോകുമ്പോ എല്ലാരും ഒന്ന് കണ്ട് ആസ്വദിക്കണോട്ടോ, എന്തായാലും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇനി എന്റെ ഡ്രൈവർ കോ ഡ്രൈവർ മിസ്റ്റർ ജസീൽ മോനാണ്. എന്റെ കോ ഡ്രൈവർ ബേക്കിൽ ഡോർ ഫസ്റ്റ് ക്ലോസ് ചെയ്യണം. നമ്മളെ സാധനങ്ങൾ മൊത്തം ബേക്കിൽ ഫുൾ കേട്ടോ, സാധനങ്ങൾ മൊത്തം ബേക്കിൽ ഫുള്ളാണ്. ജസീൽ മോൻ സീറ്റ് ബെൽറ്റ് ഇടും. സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഇവിടെ ഇരിക്കണ്ട. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന പോലെ പിടിക്കണം. അയ്യാ, നീ ഡ്രൈവ് ചെയ്യുന്ന പിടിക്കുന്നു വേണ്ട. ഓക്കേടാ, അപ്പൊ കാണാം കേട്ടോ. ബൈഡോ.
നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് വന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് ക്യാമറ ഒക്കെ വെച്ചിരുന്നു ഓവർടേക്ക് ചെയ്യുമ്പോൾ. പക്ഷേങ്കിൽ വളരെ ഈസി ലെഫ്റ്റാണ്, റൈറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ ലെഫ്റ്റാണ്. കാരണം നിങ്ങൾ നമ്മളിപ്പോൾ ഒരു ഹൈവേ വഴി പോകുമ്പോൾ എല്ലാ വണ്ടിക്കാരും ഈ ട്രാക്ക് വിട്ടിട്ടാണ് പോകണേ. എല്ലാവരും സ്പീഡ് ട്രാക്കിലാണ്. ഇവൻ സ്കൂട്ടർ വരെ 10 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ചേട്ടൻ മുതൽ ചേച്ചി വരെ ഈ ട്രാക്കിലാണ് പോകുന്നത്. ആരും സ്ലോ ട്രാക്കിൽ പോകുന്നില്ല. അപ്പോൾ സ്ലോ ട്രാക്ക് ഫുള്ള് കാലിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക്, സ്ലോ ട്രാക്കായി. അപ്പോൾ ഇടതുവശം ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഈ സൈഡ് ഫ്രീ ആണെന്നില്ലേ. എനിക്ക് സുഖമായിട്ട് ഇടത്ത സൈഡിൽ കൂടെ ഓവർടേക്ക് കയറാൻ പറ്റും. ഇടതുവശത്തേക്കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ്. പക്ഷേ ഇതേ ഉള്ള ഹൈവേസിൽ, ടൂ ലൈൻ ഹൈവേസിൽ നമുക്കത് പ്രശ്നം വരുന്നില്ല. കേട്ടോ, ഈ വണ്ടി എന്റെ മുമ്പിലുണ്ട്, ജെസ്സിയിൽ കാണുന്നില്ല എന്തെങ്കിലും ഇല്ലല്ലോ. എനിക്ക് കാണാം ഈ സൈഡ് വഴിയുണ്ട്. അപ്പൊ എനിക്ക് സുഖമായിട്ട് അടുത്തോടെ ഇൻഡിക്കേറ്റർ ഇട്ട് അടുത്ത വർഷം കൂടി കയറിയിട്ട് പോകാൻ പറ്റും. കേട്ടോ, ഇതുപോലെ എനിക്ക് കയറി ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. റൈറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ബെസ്റ്റ് ലെഫ്റ്റ്. കേട്ടോ, ആ വണ്ടിക്കാരൻ ഫുൾ ലോഡും കൊണ്ട് ഒരു സ്പീഡിൽ പോകാൻ പറ്റുകയില്ല ചേട്ടന്. ഒരു കാരണത്തിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. കുഞ്ഞു വണ്ടിയാണ്, ടാറ്റൻ്റെ റൈറ്റ് സൈഡാണ് കുഞ്ഞു വണ്ടി. പക്ഷെ എന്നാലും മൂപ്പര് പോകുന്നത് സ്പീഡ് ട്രാക്കിൽ കൂടിയാണ്. ഇതാണ് നമ്മുടെ ആൾക്കാർക്ക് ശരിക്കും ഏത് ട്രാക്കിൽ ഏത് സ്പീഡ് യൂസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. ഞങ്ങൾ നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ റൈഡേഴ്സ് ഗ്രൂപ്പ് വേറെ ഒരു സുഖം നടക്കട്ടെ. 5-2-4-5-8 ചേച്ചി ടോളില് ലോറിന്റെ പൈസ എടുത്ത് എടുത്തു നോക്കില്ലോ. ഓക്കെ ചേച്ചി, താങ്ക് യു. ബ്രോ കൂടെ 150 രൂപ ഈ ഒരു സാധനം ആ ഒരു ബോർഡർ കുറച്ച്. എനിക്ക് തോന്നുന്നത് കണ്ടന്റ് ലോറി ഇല്ല, കണ്ടെയ്നർ ലോറി, അതിന്റെ ചാർജ് എടുത്തത് കേട്ടോ തോന്നുന്നത്. അയ്യോ, എന്നാലും എന്നോട് ചെറിയ വേണ്ടായിരുന്നു. ഇല്ല, കാറിൻ്റെ ആയിട്ട് എടുത്താൽ പോരെ, മാരുതി 800 കണ്ട്. പിന്നെ ഫാസ്ടാഗ് ഇല്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ല, കേരള നമ്പറും ഇല്ല. നമ്പർ ഇങ്ങനെ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 5-2. ഞാൻ എന്റെ മറ്റേ കാറിന് നമ്പർ ഉണ്ട് എല്ലായിടത്തും. ഗോൾഡിങ് നമ്പർ ഉണ്ട്. ആകെ ഒരു ആശ്വാസിത ഈ ചവിട്ടുമ്പിൽ തെറിക്കൽ മാത്രം. ഇവിടെ തൃശ്ശൂരെത്താറ കേട്ടോ. സംഭവം നമ്മൾ സൈഫ് ബ്രോന്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. അപ്പോൾ കാരണം വിശന്നിട്ട് കണ്ണുകാന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലിൽ ഇവിടെ നമുക്ക് ഇരുന്നിട്ട് അടിക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ നമുക്ക് ആകെ പോകാൻ വേണ്ടി പോകുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല. നമ്മുടെ ഏതാ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് കഴിക്കൽ മാത്രം ഇപ്പം നമുക്കൊരു ഗതിയുള്ളൂ കേരളത്തിനുള്ളിൽ. റെസ്റ്റോറൻറ്റ്സ്, ചില റെസ്റ്റോറൻറ്റ്സ് അവർ പറഞ്ഞു ഉള്ളിൽ കയറിക്കോ, ബാക്കിലേക്ക് വന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. പിന്നെ കാർ ഡൈനിങ് ഉണ്ട്, പുറത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മറ്റേ മരപ്പാലകം വെച്ചിട്ട് ഇത് ചെയ്യാം. ഹോട്ടൽ വ്യവസായം തകർന്നു, ഒരു മാറ്റില്ല. പിന്നെ ഒരു ഇതാണ് പല കൺട്രീസിലും കണ്ടത്, ഹോട്ടലിനകത്ത് മാസ്ക് നിർബന്ധമാക്കും. അതിനുശേഷം ക്യാഷിൽ ഓർഡർ ചെയ്യാൻ പോകുന്ന ആൾ മാസ്ക് നിർബന്ധം ഇടണം. ടേബിളിൽ ഫുഡ് കഴിക്കുമ്പോൾ മാസ്കിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഓരോ ടേബിൾ ഇടവിട്ട് ഓരോ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ മാത്രം ആൾക്കാർ ഇരിക്കാൻ പാടുള്ളൂ. വാഷ് ബേസ് ഉപയോഗിക്കുമ്പോൾ അവിടെ അതിന് കണക്കായിട്ട് അവർ ഫിംഗർ ബോർഡ് കാര്യങ്ങളോട് വാഷ് ബേസിലൊക്കെ പോകാൻ വിടാതെ അവിടെ കൺട്രോൾ ചെയ്യും. ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളും കൊറോണയുടെ സമയത്ത് ഹോട്ടൽ വ്യവസായത്തിന് സംരക്ഷിക്കുന്നത്. നമ്മളവിടെ എന്താ അറിയാമോ, ഫുഡ് ആൻഡ് സേഫ്റ്റിയും കൊറോണക്കാരും എല്ലാം കയറി പൂട്ടിയിട്ട് സംരക്ഷിക്കുന്നു. കുറ്റങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട്. ആരോട് പറയാൻ, ആരെയൊക്കെ. അതുപോലെ എടുത്തോ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിന് പാർസൽ വാങ്ങിയിട്ട് കഴിക്കേണ്ട ആവും നടക്കുന്നില്ല. ഇന്നലെ ജസീലും ഷബീറും ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ വെച്ചിട്ട് ഇവർ രണ്ടാളും, ഞാൻ ഉള്ളിലായിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കില്ലായിരുന്നു. എന്താ ജസീൽ സംഭവിച്ച? പോലീസ് വന്നിട്ട് എന്താ വിളിച്ചിട്ട്? ഓക്കെ, നമ്മളവിടെ ഞാനും ഷബീർ അവിടെ നിൽക്കുന്ന നേരം നമ്മൾ ഐലൻഡിൽ നിന്ന് പിടിച്ചു. അവിടുന്ന് പിടിച്ചിട്ട് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഐലൻഡിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതിന് ശേഷം പോലീസുകാർ പറഞ്ഞെന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പലരും പല ലഹരിയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഇവിടെ ആളെ നമ്മളെ കൂടിയിട്ടൊന്നുമില്ല. നമ്മളാകെ 2 ആൾക്കാരെ ഇരുന്നുള്ളൂ ആകെ അവിടെ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് കാരണം നമുക്ക് വളരെ തന്നെയാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ ഞാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ഫുഡ് വേഗം കഴിച്ചിട്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് കയറിപ്പോയി. ഇവര് പുറത്ത് വെയിറ്റ് ചെയ്ത്. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇതെന്താ ആ സ്വിഫ്റ്റ് എടുത്ത് മാറ്റിട്ടെ? അൾട്ടോ എന്താ അൾട്ടോ എടുത്ത് മാറ്റിട്ടെ? അൾട്ടോ നീല കളർ അൾട്ടോ വന്നില്ല ഇതല്ല, എടുത്ത് മാറ്റിട്ടെ. അതെന്താ ഇത്? ഏതില് ബ്രാൻഡ് നെയിമൊന്നും വലിയ കാര്യമില്ല. ഫോർഡ് അമേരിക്കൻ കമ്പനി അല്ലേ? ജർമ്മൻ എല്ലാം പണ്ട് യുദ്ധത്തിൽ തോലീവി പോയി. അമേരിക്ക അന്ന് നിന്നും
ഓക്കെ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള കേട്ടോ, കേരള വർമ്മ കോളേജിനടുത്ത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട വണ്ടി ഇത് രണ്ടിൻ്റെ ഒരു സൈസ് ഉണ്ട് നിങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഇസുസു ആണെങ്കിൽ ഇത് പിന്നെ ആൾട്ടോ ഉണ്ട്, ആ രീതിയിലുണ്ട് കേട്ടോ. ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല ഇതിൻ്റെ. ഈ ഒരു ഹൈറ്റ് മാത്രമേ ഈ വണ്ടിയുള്ളൂ. ഇത് വളരെ കുറവാണ്. മലയാളി പൊടിയല്ലേ, ശരിയല്ലേ? ആടാ സംഭവില്ല, വിശന്നിട്ട് കണ്ണു കാണില്ല, നല്ല വിശപ്പം. ഹോട്ടലൊന്നും ഇല്ല. ഇത് നമ്മുടെ സൈഫ് ബ്രോ, സ്നേഹനിധിയായ സൈഫ് ബ്രോ വെൽക്കം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞങ്ങൾ ചിക്കൻ പൊരിച്ചും കറിയും അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്മോൻ അവരെ വിളിക്കുന്നുണ്ട്. നമ്മുടെ അപ്പം എന്ന് പറയുന്നത് ഇതിനെന്താ പറയാ നേരം? ഇത് പത്തിരിയല്ലേ? അപ്പം മതി. യാ ലൈറ്റ് ഇട്ടോ, എല്ലാവരും വെളിച്ചത്തിൽ കണ്ടോട്ടെ. താങ്ക് യു മാഡം. ഇതെന്ത് കറിയാ? അത് സ്പെഷ്യലാ, സ്പെഷ്യൽ സാധനം. വെജാണോ? വെജാ അല്ല, ചിക്കൻ. പറഞ്ഞു. അത് ഇവിടെ ഉപ്പാടെ ഡിഷാണ്. പേരെന്താ? ഇത് തൈര് ചിക്കൻ എന്ന് പറയുന്നത്. ഇവിടെ കഴിക്കാൻ പോകുന്നത് പിന്നെ സിൻസിത്താന സ്പെഷ്യൽ തൈര് ചിക്കൻ. എല്ലാം എടുത്തോ, നല്ല വിശപ്പം. അതിലൂടെ ടേസ്റ്റ് എടുത്ത് ഞാൻ കാര്യം ചെയ്യട്ടെ. ഞാൻ ജസ്റ്റീരും കൂടി കഴിക്കട്ടെ. പിന്നെ ഷെബീർ വരുന്നുണ്ട്. ഷെബീറിനെ വെയിറ്റ് ചെയ്യാതെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. പിന്നെ ഓന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓൻ വന്നിട്ട് ഓൻ കഴിച്ചോട്ടെ, അവർ നമുക്ക് റെസ്റ്റ് എടുക്കാം. കഴിച്ച് കഴിഞ്ഞിട്ടാണോ? ഞാൻ സമയം കുറേ ഉറങ്ങി എഴുന്നേറ്റ് കാണാം. ഇന്നലെ ഉറങ്ങാത്തോടെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ അരുൺ സ്മോക്കി തൃശ്ശൂർ വന്ന് എന്തായാലും ഓനെ വിളിക്കുക എപ്പം വന്നാലും. എൻ്റെ ടീഷർട്ടും വണ്ടിയൊക്കെ സെയിം കളറാണല്ലോ. എന്ത് തോന്നുന്നേ? വണ്ടി കണ്ടെന്ന് തോന്നേ? ആയിട്ടോ ഞാൻ എന്റെ വണ്ടി വലുതാന്ന് വിചാരിച്ചിട്ടേ വണ്ടിയുടെ വലിപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ വണ്ടി അതിൽ കയറ്റി വെച്ചോണ്ട് പോവാ. എങ്ങനെ ഓക്കെ അല്ലേ? ഇത് നമുക്ക് വീഡിയോയില് വന്ന പോലെ അല്ലാട്ടാ, ഇത്ര ഉണ്ട് വണ്ടി. അതായത് ഈ സൈസ് ഇതില് ബാക്കൊക്കെ തുറന്ന് നമുക്ക് സാധനങ്ങളൊക്കെ. ആടാ ഇത് നമുക്കില്ലേ, ഇത് ഓപ്പൺ ആക്കിയിട്ട് ഫുൾ ക്യാമറ പിടിച്ചോ. അത് മാത്രമല്ല, നമുക്ക് ഇതിപ്പോ ഇങ്ങനെ കൂടുന്നതിന് മുമ്പ് സാധനം പൊക്കിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോക്കും. അത് ക്യാമറ പിടിക്കണോ? വൺ സെറ്റപ്പ് ആണല്ലേ ഇതൊക്കെ. ഉത്ഭാഗം യെസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടായി കാണിച്ചെനിക്ക് അത് നടക്കല്ലേ. ആ ഇത് മറ്റേ കളിപ്പാട്ടൊക്കെ ഇല്ലേ നമ്മള് കാറ് വാങ്ങില്ലേ, എന്റെ ഓനെ ഇത് എന്തിട്ട് മുതലല്ലേ? മുതല് വേറെ മുതലാ മോനെ. യെസ് അല്ലേ? പൊളിച്ചു. എത്ര ആളുണ്ടാവും ഇനി ഇവിടെ? 6 മാസം ഉണ്ടാവും. 6 മാസം തികച്ചു ഓടിച്ചിട്ട് ഞാൻ കയറ്റി വിടുന്നത്. ഇതെങ്ങനെ ഓടിക്കണം? അപ്പുറത്തിരുന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഓടിക്കാം. ലെഫ്റ്റാ നല്ലത് കണക്കിന്. ഓവർടേക്കിംഗ് ഒന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് സുഖം. കാരണം എല്ലാ മലയാളികളും വലത്ത് സൈഡിൽ കൂടെ ഓടിക്കാൻ നോക്കൂ. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ സുഖമായിട്ട് കയറ്റി വിടാം. സുഖമാണ്. പിന്നെ നേരെ വേഗം കൊണ്ടുവച്ചാൽ അതിന് ആൾക്കാർ ഓടി മാറുന്നുണ്ട്. ആ വണ്ടിക്കാരെല്ലാം എടുത്ത് ഓടും. ഇത് മൂപ്പരുടെ ഫ്രണ്ടാണ്. പേര് പറഞ്ഞു മൂപ്പരുടെ ഫ്രണ്ട് കേട്ടോ. എല്ലാവരും ആയി പറഞ്ഞ ഹാപ്പി ഫുഡിനും നന്ദിയാ. യെസ്. ഏതാ? വേണ്ട 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 അതൊന്നും വേണ്ട. കേരളത്തിലെ ഫസ്റ്റ് വണ്ടി പൊളിക്കും സംഭവം. കേരളം ഇപ്പൊ ആക്കാൻ പറ്റില്ല. എന്താ എനിക്ക് ഓൾറെഡി ഞാൻ ഇത് ഈ കാർനെറ്റിൽ ഇറക്കിയില്ല. പക്ഷേ ഈ സാധനം ഞാൻ കേരളം ആക്കും. കംപ്ലീറ്റ് ക്യാമറ, സൺറൂഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്ന് സ്റ്റാക്കൽ ഓഫ് ആക്കട്ടെ. കാരണം ആകെ 4 കിലോമീറ്റർ മൈലേജ് ഇല്ല. എന്തിനാ വെറുതെ പെട്രോൾ ഷോപ്പിൽ സാധനം വാങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് പോയിട്ട് നമ്പർ ലോക്കേറ്റ് പോകും. അതിനകത്ത് കമ്പനി നമ്പർ ലോക്ക് ആക്കിയാ AC ഓൺ ആയി കിടക്കുമല്ലോ. ഇവിടെ നേരെ തിരിച്ചിട്ടാ
എല്ലാം കമ്പനി സ്റ്റിക്കേഴ്സ് തന്നെ. ഇതിലൊക്കെ എൻ്റെ സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ടോ. ഇതൊക്കെ ഈ ഹെഡ്ലൈറ്റ് ഇല്ലേ, ഇതൊക്കെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കളേഴ്സാ. അതുപോലെ തന്നെ ഇതിന്റെ താഴെ ഇതിനുള്ളിൽ ലൈറ്റ് ഉണ്ട്. ഞാൻ വിട്ട് കാണിച്ചുതരാം. ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാടാ, അതുപോലെ ഈ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റെല്ലാം കണ്ടോ? ഇത് നമുക്ക് മൊബൈലിൽ ഇത് ചെയ്യാം. ഇതില് കളർ മാറ്റാൻ അതിന്റെ അല്ല ഈ സാധനം ഇല്ലേ കളർ മാറ്റത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കാൻ ഇവിടുത്തെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ പല നിയമങ്ങൾ കാരണം ഇപ്പൊ ഞാനൊക്കെ ഒരു വണ്ടി ഭയങ്കര വണ്ടി ഭ്രാന്ത് കൂടുതലുണ്ട്. ഞാൻ അല്ല കുറ്റം പറയല്ല, നമ്മുടെ ഇല്ല ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ലീഗലൈസ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടാക്സ് എടുക്കാണ്ട് അതിന് ചിലപ്പോൾ കൊണ്ട് അടക്കും 6 മാസത്തേക്ക്. എല്ലാം ലീഗലായിട്ട് ഇറക്കുന്നത്. ഒരു തരികിട പരിപാടി ഇല്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ എന്നാലേ പോട്ടെ. അക്ഷരം കേട്ടോ, ഹാപ്പി എടുക്ക്. പോട്ടെ കേട്ടോ, കാണാം. ഞാനേ ഇരുട്ടിയിലേക്ക് വരാം. നീ വാ ഇനി എന്നാ കൊച്ചിയിലേക്ക് ബ്രോ? കൊച്ചിയിലേക്ക് ഞാൻ വരാം. പോട്ടെ ചേട്ടാ. എടാ അവിടെ പോവാ, മുമ്പിൽ പോവാ, ഫ്രണ്ടിൽ പോവില്ല ചേട്ടാ. പോട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. പാലം വന്നെ പണി കിട്ടിയല്ല. പാലം വന്ന പിന്നെ അവിടെ ആരും പോകില്ല. ഇപ്പൊ തന്നെ ട്രാഫിക് കൊടുക്കാൻ പോകില്ല. ഹായ് ബ്രോ. എളുപ്പമുള്ള മറ്റേ പണി തീരാത്ത പാലത്തിന്റെ അടിയിലേക്ക് കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പണി നടക്കുന്നുണ്ട്. ഇത് പുരോഗമനം തന്നെ കാണുന്നുണ്ട് കേട്ടോ. മേലയിൽ പാലം മെല്ലെ മെല്ലെ പണിത് വരുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാവും. മുട്ടി പിടിക്കുന്നുണ്ട്. ദയവായിട്ട് ആരും അങ്ങനെ മുട്ടി പിടിക്കരുത് എന്താ പറയുക, പ്രതീക്ഷ അപേക്ഷ മാത്രം. സഡൻ ബ്രേക്ക് കൊണ്ട് നമുക്ക് ഇത് കിട്ടില്ല. ട്രാഫിക് ഗാർഡ് അടുത്ത നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കോട്ടക്കൽ മാത്രം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നിർത്താൻ പറയുന്നില്ല. ചിലപ്പോൾ എല്ലാവരും വിഷമിച്ചിട്ട് പോകുന്നില്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ കണ്ടോ ബാംഗ്ലൂരിൽ തന്നെ വീഡിയോ ഞാൻ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. ബൈക്ക് ഞാൻ വിഷയമില്ല, എല്ലായിടത്തും നിർത്തും. പക്ഷേ ട്രക്ക് എടുത്ത് പോകുമ്പോൾ നമുക്ക് നിർത്താന്ന് പറയുമ്പോൾ ചടങ്ങ് കേട്ടോ. ഫുള്ള് വെള്ളം കേട്ടോ. കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ ഫുള്ള് ചളി വെള്ളമാണ്. നല്ല മഴയില്ലാണ്ടാണ് കേട്ടോ തോന്നുന്നത്. അടിപൊളി കേട്ടോ. അതിപ്പോൾ നല്ല രസം. എപ്പോഴും വരുമ്പോൾ ഉണങ്ങിയ പോലെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ ഫുള്ള് വെള്ളം നിറഞ്ഞാണ് ഭയങ്കര രസമുണ്ട്. അങ്ങനെ നമ്മുടെ ഫോർഡ് റാപ്റ്റർ കുറ്റിപ്പുറം പാലത്തിൽ പക്ഷെ വണ്ടി റോഡ് ചെയ്യാൻ മൂവ് ചെയ്യാൻ കൊണ്ടുവന്നു വയ്യാ. എല്ലാവരും സൈഡേക്ക് വരും. വെള്ളം വിട്ടട്ടെ. പോട്ടെ. എടുത്തെടുത്തോ. ഓക്കെ താങ്ക്സ് കേട്ടോ. കാണാം. സംഭവം മലപ്പുറത്ത് കയറി ഇതാണ് അവസ്ഥ. മലപ്പുറം ഷെബീറിന്റെ അവസ്ഥ ഞാനേക്കുന്നത്. ഷെബീർ ഗോൾഡ് വിങ് എടുത്ത് പോയിട്ടുണ്ട്. മിക്കവാറും ഓൻ്റെ വീട്ടിൽ അറിയാൻ പറ്റും ഓൻ എങ്ങനെ ഈ ജില്ല പാസ് ചെയ്യുന്നുള്ളത്. ഇത് തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഞാൻ ഇതുകൂടെയാണ് ഷോർട്ട് കട്ട് കയറാറ്. അപ്പോൾ തിരുനാവായയിലെ കൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നമ്മളിപ്പം കോട്ടക്കിലെത്തി കേട്ടോ. കോട്ടക്കിലെത്തിയ സമയം മഗ്‌രിബായി, രാത്രിയായി. വാങ്ങൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചങ്കുകോട്ടിയിലേക്ക് കൂടെയാണ് പോകുന്നത്. നല്ല ട്രാഫിക് ബ്ലോക്കാണ്.
കോവിഡ് എന്നുള്ള ഫീലൊന്നും ഇല്ല കേട്ടോ. കോവിഡ് എന്നുള്ള മറന്നു സത്യം പറഞ്ഞാലേ. കോവിഡിന്റെ കാര്യമേ ഓർമ്മയില്ല എനിക്ക്. ഇപ്പൊ ഓർമ്മ വന്നത്. ബ്രോ ഫുള്ള് ബ്ലോക്കാട്ടോ, നല്ല ബ്ലോക്കാണ്. എന്താ അറിയില്ല. ഒരു ആക്സിഡന്റ് നീ കൂടെ ആകാശം കാണിച്ചാൽ ഈ ഗോപ്രോയിൽ ഈ ആകാശം കാണിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങളുടെ നിങ്ങളാണ്ടേ കണ്ടോ ഗോപ്രോയിൽ ഇങ്ങനെ നോക്കിയേ, സ്കൈ നോക്കിയേ, നല്ല ബ്ലൂ കളേഴ്സ് ഇല്ലേ. പുള്ളി ഇതായി. നിങ്ങളെ കാണിക്കുന്ന പുള്ളി ഇരടായി ഗോപ്രോ. നമ്മളിപ്പോൾ കൊയിലാണ്ട് എത്തി. സംഭവം ഫുള്ള് സൈഡായിട്ടോ. കാരണം ഒന്നാമത് വെച്ചാൽ ഹോണടി കേട്ട് 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 ചെവി പോയി. ഗോൾഡ് വിങ് പോലെയല്ല, ഈ സാധനം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും. ഞാൻ ഇടതുവശത്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇടത്ത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് കൂടെ സംസാരിക്കാൻ വരുന്നുണ്ട്. ദയവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. കാരണം 2-3 സ്ഥലത്ത് ആക്സിഡൻറ്റ് മിസ്സായി. പിന്നെ പിള്ളേർ ഇടത്തോടൊക്കെ വലിയ വീതിയിൽ വണ്ടിയല്ല, എനിക്കിത് ഓടിക്കാൻ പറ്റണ്ടേ. പിന്നെ ഞാനേക്കാണെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ ഇല്ല എനിക്ക്. ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ആൾക്കാർ ഓണടിച്ചോണം ബേക്കിൽ വന്നിട്ട് കാറൊക്കെ ലെഫ്റ്റ് സൈഡ് കൂട്ടിയെടുക്കുന്നതാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ തട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ എസ്കേപ്പായി കിട്ടി. അതുപോലെ ഒരുപാട് ആൾക്കാർ നിർത്താൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഞാൻ ചത്തിട്ടുള്ളത് നിർത്തി കഴിഞ്ഞാൽ അഫ്കോഴ്സ് ബ്ലോക്ക് ആവും കേട്ടോ, അതുകൊണ്ടാണ്. അതുപോലെ പിന്നെ ജസ്മോൻ പോവാണ്. അടാ കുറച്ചും കൂടെ തള്ളി ചെയ്യും വാ. അപ്പോൾ ജെസ്സിയിൽ പോവാട്ടോ, കൊയിലാണ്ടിയിലാണ് ജെസ്സിയിൽ. ഇനിയിപ്പോൾ ഇനി കാണുന്നു ഇനിയിപ്പോഴാ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് പോണ്ടേ. ഷബീർ അവിടെ പെട്രോൾ അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടില്ല, കാരണം മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഹാഫ് ടാങ്ക് എണ്ണ തീർന്നു. കൊയിലാണ്ട് നമ്മൾ കൈബിലിട്ട് എണ്ണ തീർന്നു. ഓഫ് റോഡ് നമുക്ക് പോകുന്നുണ്ട്. നല്ല കിട്ടില്ല ഓഫ് റോഡ് നമ്മൾ ലൊക്കേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. പോവും. അപ്പോൾ ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്ത് നമുക്ക് ഉഷാറാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഡെസ്സിലെ നമുക്കിനി നേരെ പുറത്തേക്ക് വിടാം. ശബീറാ നീ വിട്ടോ എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒറ്റ കേട്ടോ, ആരുമില്ല. ഓക്കെ ബ്രോ, കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് വിട്ടിട്ട് 10 മണിക്ക് എടുത്തിട്ട് കേട്ടോ. മനസ്സിലാക്കണം, നല്ല സ്പീഡിൽ വന്ന് രാത്രിക്ക്. എന്നിട്ടും നമ്മൾ തൃശ്ശൂർ അവിടെ കുറച്ച് ടൈം എടുത്തു, അല്ലാണ്ട് വേറെ ടൈം എടുത്തില്ല. മെയിനായിട്ട് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടും ഒക്കെ മെയിനായിട്ട് ലേറ്റ് ചെയ്തിട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ഒരാൾ പോലും ദയവ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേസ് ചെയ്യരുത്. കാരണം ഭയങ്കര ഡേഞ്ചർ ആട്ടോ, എല്ലാവരും കെയർ ചെയ്യണം. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള പിള്ളേർ മാത്രമേ എൻ്റെ പുറകിൽ അങ്ങനെ ചേസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. കാരണം അവർക്കത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വിഷമമുണ്ടാവും. ഞാൻ കാരണം അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചേസ് ചെയ്യരുത്, എല്ലാവരും കെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തി മടുത്ത് എന്ന് വെച്ചാൽ ഓടി ആ ഒരു കൈയൊക്കെ വേനെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഒന്നും ഓടിച്ചില്ല, ഇത്ര ലോങ് സ്റ്റിയറിംഗ് ഒരുപാട് ഓടിച്ചില്ല. ഗൾഫിലൊക്കെയാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് വന്ന് വേനലൊക്കെ ഇങ്ങനെ ആട്ടി വിട്ടാൽ മതി. ഇവിടെ അങ്ങനെ ആട്ടി വിട്ടാൽ പോരല്ലോ. അപ്പോൾ നല്ലോണം മസിൽ പിടിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ എത്തിയപ്പം കുറേ അങ്ങനെ കൂത്തുറമ്പിന് നിന്നൊക്കെ കുട്ടികൾ എൻ്റെ പുറകിൽ ചേസ് ചെയ്ത് പിടിച്ച് എൻ്റെ പുറ വരെ വന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, അതുപോലെ ദുബായ് വണ്ടി ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നു. അവർ വന്നിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി. അപ്പം എൻ്റെ വീട്ടിലുണ്ട്. ഇതാണ് നല്ല രീതിയിൽ ഞാൻ ടയേർഡാണ്. അപ്പം നാളെയും മറ്റന്നാളും എന്തായാലും ഞാൻ ഉണ്ടാവില്ല. ഒരു പക്ഷേ ആരെങ്കിലും വീട്ടിലേക്ക് വണ്ടി കാണാൻ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ ഞാൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് ഒരുപാട് സ്ഥലത്ത് നിർത്താൻ പറ്റിയിട്ടില്ല, സോറി. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല തിരിക്കും. ആ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് അവരുടെ വണ്ടി കൺട്രോൾ പോകുന്നത്. അതുകൊണ്ട് കേട്ടോ, എൻ്റെ ജാക്സൈഡ് തൊടുമ്പോൾ വണ്ടി തെറിക്കുന്നിട്ട് ഭയങ്കര ഡേഞ്ചറാണ്. കെയർ ചെയ്തില്ലെങ്കിൽ. അപ്പം എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യാൻ. ഈ റാപ്റ്റർ നല്ല ഓഫ് റോഡ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡ്.